മഴ, കാട്, കൂണ് ഭയങ്കര കോമ്പിനേഷനാണ് ഇത്. നല്ല ഇടി വെട്ടി മഴ പെയ്യുന്നുണ്ടോ പിറ്റേ ദിവസം പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂണ് കിട്ടാനുണ്ടാവും. കൂട്ടത്തിൽ തീരെ കുഞ്ഞനായിട്ടുള്ള അരിക്കൂണാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. കാണാൻ ഭയങ്കര കുഞ്ഞാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണേ. നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. കാരണം ഈ ഉപ്പ് വിതറിയേക്കണ പോലെ നമ്മുടെ പറമ്പിലൊക്കെ കാണാൻ പറ്റും. ഈ ചെതൽ കൊണ്ടുവന്നിട്ടാണ് ഇതിൻ്റെ വിത്ത് വയ്ക്കുന്നത്. ഇനി ആ കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ചെതലുകൾ കൂണുണ്ടാക്കണേന്ന്. അപ്പോൾ അത് കണ്ടു നോക്കാം കേട്ടോ. ഇന്ന് കൂണ് ഉണ്ടായി നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. നമ്മളങ്ങോട്ട് പകച്ചെടുത്താൽ മതി. ഒപ്പം ഒച്ചന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കൂണിൻ്റെ കാര്യത്തിൽ മാത്രം ഭയങ്കര സെൽഫിഷാണ് ആൾക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം പണ്ട് പപ്പയും മമ്മിയുടെ താഴത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് വർത്താനം പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ പപ്പയുടെ മമ്മിയുടെ സൈഡിലായിട്ട് കുറേ കൂണുണ്ടായി നിൽക്കുകയാണ്. പപ്പയുടെ മമ്മി ഇതൊരു കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ട് തലയിലിരിക്കുന്ന തൊപ്പി പോയി അതിനെ നിറച്ചും പറിച്ചുകൊണ്ട് പോയേ. നല്ല ഈ പറമ്പും കൂണുണ്ടല്ലോ വലിയത്, അതായിരുന്നു. ഒരെണ്ണം പോലും ഇവർക്ക് കൊടുത്തില്ല. അന്നൊന്നും നമ്മളിങ്ങനെ കൂണും തപ്പി പോവാറില്ല, നമുക്കങ്ങനെ കിട്ടാറില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കൂണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണെങ്കിലും വിളിച്ചു കൊടുക്കും. കിട്ടാനായിട്ട് ആരെങ്കിലുമൊക്കെ കൊതി പറയുമല്ലോ, അവരുടെ അടുത്തൊക്കെ നമ്മൾ വിളിച്ച് കഴിഞ്ഞിട്ട് കൂണ് പറിച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായോ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് പറയൂ കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കൂണ് എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഇത് കടയിലൊന്നും മേടിക്കാൻ അങ്ങനെ കിട്ടത്തില്ല. മറ്റേ വെള്ള കളറിലുള്ള കൂണൊക്കെ കടകളിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ തരത്തിലുള്ള കൂണൊന്നും ആരും വിൽക്കണം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞിരിക്കണ നേരം കൊണ്ട് മമ്മി ഈ സാധനമൊക്കെ അവിടെ വെച്ച് തന്നെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഈ കൂണ് കുഞ്ഞിലേ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന് ഉപ്പുകൂണെന്നൊക്കെ പല സ്ഥലത്തും പറയാനായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് നമ്മുടെ നാട്ടിൽ പറയണത് അരിക്കൂണെന്നാണേ. കാരണം കുഞ്ഞിതല്ലേ, അരിമണി പോലെ. നമ്മളിതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, ബൈ.